ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പെറ്റ്ല ആൻഡ് പേസ്റ്റ്. സോ നമ്മുടെ ചാനലിലെ പുതിയൊരു ലാങ്ങിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള ജേണൽ ഐഡിയാസ് ആണ് കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാവുന്ന ജേണൽ പീസ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബുക്കോ ജേണൽ ബുക്കോ എന്താണെന്ന് വെച്ചാൽ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ബുക്ക് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ട് ഒന്ന് കുറച്ചൊന്ന് ഡെക്കറേറ്റീവായി ചെയ്യുന്നതാണ് ഈ ദിസ് ബുക്ക് ബിലോങ്സ് ടു മീ അല്ലെങ്കിൽ ദിസ് ജേണൽ ബിലോങ്സ് ടു മീ എന്നൊക്കെ പറഞ്ഞ് ചിലവരിങ്ങനെ ചെയ്യാറുണ്ട്. ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പേജൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനെ ഇൻസ്പോ നോക്കിയെങ്കിലും ഒന്നും എനിക്കിഷ്ടപ്പെടുന്ന കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഗ്രിഡും വരച്ച് ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിസ് ജേണൽ ബിലോങ്സ് ടു മീ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ബുക്കെന്ന് മാത്രം എഴുതി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഇതിപ്പോൾ ജേണൽ ബുക്കിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജേണൽ ബിലോങ്സ് ടു മീ എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ആ മീ താഴെ എഴുതി എന്താ വെച്ചാൽ സെൻറ്ററിൽ ഒരു ഫോട്ടോ ഒട്ടിക്കണം. ഫോട്ടോ ഇപ്പോൾ എൻ്റെ ഇല്ല, അതായത് എൻ്റെ ഒരു നല്ല ഫോട്ടോ ഇല്ല. നല്ല ഫോട്ടോ എന്ന് ആകെ എൻ്റെ ഉള്ളത് ഞാൻ എൻ്റെ സ്കൂളിൽ ഐഡൻറ്റിറ്റി കാർഡിന് കൊടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ്. അത് ഒരെണ്ണം എൻ്റെ ഇപ്പോൾ ഉള്ളൂ. അതിനെക്കാട്ടിലും ഭേദം എന്നെ പോലെ ക്യൂട്ടായിട്ടുള്ള ഒരു കവായി സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് ജീന നിന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സാൻഡ്രിയുടെ മിനി സ്റ്റിക്കേഴ്സ് നിന്ന് കുറച്ച് മൈ മെലഡിയുടെയും പിന്നെ എന്തോ ഷീപ്പാണെന്ന് തോന്നുന്നു ആ ഒരു സംഭവത്തിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നല്ല നല്ല ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു മീയുടെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ സ്പേസ് വിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വലിയ ഫോട്ടോസൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് എബൌട്ട് മീ പേജാണ്. എബൌട്ട് മീ പേജാണ് നമ്മൾ പറയുന്നത്, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഓൾ അബൌട്ട് മീ എന്നാണ് എഴുതി കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പേജൊക്കെ ഞാൻ എൻ്റെ പഴയ ജേണൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെയൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. വേറെ ഇതിനെക്കാട്ടി നല്ല സിമ്പിളായിട്ടാണ്. അങ്ങനെ വരപ്പും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് എഴുതി കൊടുത്ത് ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കളറടിക്കാനും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ ചെയ്യാമെന്ന്. പിന്നീട് എനിക്ക് തോന്നി അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു ജേണൽ ബുക്കിലും ചെയ്യുമ്പോൾ രണ്ടും സെയിം ആയി കുറച്ച് ബോറാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കുറച്ച് വെറൈറ്റി പിടിക്കാൻ വിചാരിച്ചു. അതുമാത്രമല്ല ഗൈസ്, ഇപ്പോഴും എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഞാനിതിൽ തിങ്സ് ഐ ലവ്, ലൈക്ക്, ഡിസ്ലൈക്ക് ഇത്ര എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തിങ്സ് ഐ ലവും ലൈക്കും സെയിം സംഭവമല്ലേ ഗൈസ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പിന്നെ ലൈക്ക് എന്ന് പറയുമ്പോഴും എല്ലാം ഒരേ അർത്ഥമല്ലേ ഗൈസ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. മാത്രമല്ല എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഗൈസ്, ഇപ്പോൾ ഇതിൽ രണ്ടിലും എനിക്ക് എല്ലാം ഒരേ കാര്യം തന്നെ എഴുതി കൊടുക്കാനുണ്ടായിരുന്നത്. എന്തായാലും ഈ തിങ്സ് ഐ ലവിൽ ഞാൻ എഴുതി കൊടുക്കുന്നത് ക്യൂട്ട് സ്റ്റേഷനറീസ്, ആക്ച്വലി ജേണൽ ബുക്സ് എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യം എൻ്റെ മൈൻഡൊക്കെ വേറെ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് എഴുതി കൊടുക്കും. അപ്പോൾ ഞാൻ ജേണലിംഗ് ബുക്സ് അങ്ങനെയായിട്ട് എഴുതി കൊടുത്തത്. അതിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. പിന്നെ എനിക്ക് സ്റ്റോറി ബുക്സ് ഇഷ്ടമാണ്. പിന്നെ ന്യൂ ലിപ്സ്റ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ സെൽഫ് പോർട്രേറ്റ്സ് എടുക്കുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ലൈക്ക്, അതും ഞാൻ ജേണലിങ്, ഫ്ലവേഴ്സ്, സെൽഫ് കെയർ, കോഫി, ഹോട്ട് ചോക്ലേറ്റ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൽ പക്ഷേ ഞാൻ ക്യൂട്ട് സ്റ്റേഷനറീസ് എഴുതിയില്ല, മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഡിസ്ലൈക്ക്, എനിക്ക് കോക്രോച്ചസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ ബ്ലഡ്, എനിക്ക് ഭയങ്കര അറപ്പാണ് കേട്ടോ ഗൈസ് ബ്ലഡ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പിമ്പിൾസ്, കുരുക്കൾ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വെറുപ്പാണ് കേട്ടോ. എന്തായാലും അതും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവ് ഫുഡ് KFC ചിക്കനാണ്. പിന്നെ ഫേവ് കളർ പിങ്ക്, വൈറ്റ് ഇത്രയാണ്. പിന്നെ അല്ലാണ്ട് കൊണ്ട് ബ്ലാക്ക്, ബ്രൗൺ ഇതൊക്കെ ഇഷ്ടമാണ്. അതിനുശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ ചുമ്മാ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്നാണ് നമ്മുടെ 2026 ഈ ബുജോ സ്റ്റാർട്ട് ചെയ്തത്, അതും എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ പ്രൊഫൈൽ എഴുതി കൊടുത്തു കേട്ടോ, പറയാൻ പറ്റുമോ. അതിനുശേഷം ഹോബീസാണ് എഴുതി കൊടുത്തത്, മേക്കിംഗ് ക്രാഫ്റ്റ്സ്, പിന്നെന്താ ജേണലിങ്. പിന്നെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഈ 2 ഹോബീസാണ് എനിക്ക് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഈ ഇടയായിട്ട് ഒരു 2026 സ്റ്റാർട്ട് ചെയ്തതാണ് ഡ്രോയിങ്, പിന്നെ കുക്കിംഗ്. അതെനിക്ക് അറിയില്ല, പക്ഷേ ഈ ഒരു ഇയറെങ്കിലും പഠിച്ചൊരു ഹോബിയാക്കി മാറ്റണം, അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഗൈസ് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ജേണലിങ് ഐഡിയാസൊക്കെ ചെയ്തതിൽ എല്ലാ പേജസിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ഈ കളേഴ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കളർ അടിക്കുന്നതിൽ. പിന്നെ ഗൈസ് ആ ഒരു ഫ്രണ്ട് പേജ് മാത്രമാണ് നമ്മൾ ഒട്ടിക്കാനും അങ്ങനെയൊക്കെ ഉള്ളത്. ബാക്കി എല്ലാം അങ്ങോട്ടുള്ള എല്ലാം ഞാൻ വരച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പേജ്. ഗ്രാറ്റിറ്റ്യൂഡ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് താങ്ക്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മുകളിൽ കൂടെ ഒരെണ്ണം കൂടെ ഒട്ടിച്ച് കൊളാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത് വാം ഡ്രിങ്ക്സ് ആണ്. അതിന് ഞാൻ കുറച്ച് താങ്ക്ഫുള്ളാണ്. പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു വീടൊക്കെ വരച്ചിട്ട് അങ്ങനെ എന്തൊക്കെയാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്.
സത്യം പറഞ്ഞാൽ ഈ ജേർണലിങ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ജേർണലിങ് കഴിഞ്ഞ് ഫ്ലിപ്പ് ത്രൂ ചെയ്യുന്ന ലാസ്റ്റ് ഒരു ഇതുണ്ട് കേട്ടോ. ആ ടൈമിലാണ് എനിക്ക് ഓരോരോ കാര്യങ്ങൾ ഈ പേജിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാലോ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ സെക്കൻഡിൽ ഞാൻ വീടല്ലാട്ടോ വരച്ചു കൊടുത്തത്. സെക്കൻഡ് ഞാൻ ക്രാഫ്റ്റ് സപ്ലൈസ് ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. അതിനുശേഷം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ വീടും ഒരു മരവും ഒക്കെയാണ്. അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ മൈ കോസി ലിറ്റിൽ ഹൗസ് ആൻഡ് ഫാമിലിയോ അങ്ങനെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ കാര്യം ഫ്ലവേഴ്സ് ഉള്ള ഈ ഒരു നേച്ചറിനോട് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഈ ഇങ്ങനത്തെ സെൻറ്റഡ് ഫ്ലവേഴ്സ് ഈ ഒരു എന്താ തന്നത്. ഗൈസ് ഇതൊക്കെ പറഞ്ഞു കേട്ട് എനിക്ക് ഭ്രാന്താണെന്നൊന്നും ആരും വിചാരിക്കരുത്. എനിക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ സ്വീറ്റ് ഫ്രണ്ട്സിനെ കിട്ടിയതിൽ ഭയങ്കര താങ്ക്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ചാനൽ കിട്ടിയതിന് താങ്ക്ഫുള്ളാണെന്ന് ചോദിച്ചാൽ അതെ ആണ്. എന്തിനും എവിടെയും നമ്മുടെ ചാനലിൽ ഞാൻ എഴുതാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എവിടെ ഞങ്ങൾ പെറ്റ് ലാൻഡ് പേജ് എന്നിങ്ങനെ എഴുതി വെക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ എബൌട്ട് മീ പേജിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു പേജിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും പേജിൽ എഴുതിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഗൈസ് വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാനൊരു 2-3 ആഴ്ചയോളം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ അത്രയും സമയമൊന്നും വേണ്ട. ഒരു ഡേ ഒരു 4-5 മണിക്കൂർ വേണ്ട. ഇനി എന്നെ സംബന്ധിച്ചോളം അത്രയും മണിക്കൂർ വേണം കേട്ടോ. പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒരാൾക്ക് ഒരു 2-3 മണിക്കൂർ കൂടിയത് മതി കേട്ടോ ഈ വീഡിയോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കാണെങ്കിൽ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് പിന്നെ ഭയങ്കര ബിസി ആയിരുന്നു. സ്കൂളിൽ ഞാൻ വിചാരിച്ചു തുറന്ന് ഉടനെ പഠിപ്പിക്കില്ലാന്ന്, പക്ഷേ തുറന്ന ഉടനെ തന്നെ പഠിപ്പിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് കുറേ ടെസ്റ്റ് പേപ്പേഴ്സും ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചാണ് വീഡിയോ എടുക്കാനുള്ളത്, സൺഡേ സാറ്റർഡേ ടൈം കിട്ടുമ്പം. പിന്നെ ഒരു ഡേ മാത്രമാണ് സ്കൂൾ കഴിഞ്ഞ് ഈവനിങ് ഒരു ഡേ എടുത്തു. അങ്ങനെ ഓരോരോ ആഴ്ച ടൈം കിട്ടുന്ന ചില ഈവനിങ്സിൽ ഞാൻ ഇങ്ങനെ എടുക്കാറുണ്ട്. അങ്ങനെ ഇന്നാണ് അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കളറും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പേജിൽ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്ന കളറ് ഈ ഒരു കളറാണ്, ലാവൻഡർ കളറാണ്. പിന്നെ ഗൈസ് ഞാൻ ഫസ്റ്റുള്ള എനിക്ക് തോന്നുന്നു ഒരു എബൌട്ട് മീ പേജ് വരെയുള്ള എല്ലാ വീഡിയോസിൻ്റെ ആംഗിൾ വേറെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നി, അങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. നെക്സ്റ്റ് ഈ ഒരു പേജാണ് എനിക്ക് ഈ ഒരു ജേർണലിംഗ് ഐഡിയാസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേജ് ഇതാണ്. പ്ലേസസ് ഐ വാണ്ട് ടു വിസിറ്റ് ഓർ പ്ലേസസ് ഐ വാണ്ട് ടു ട്രാവൽ. രണ്ടാമത് പറഞ്ഞതാണ് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. സോ അതൊക്കെ ഒന്ന് എഴുതി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കുറച്ച് ബോക്സസ് വരയ്ക്കണം. അതിനുശേഷം അതിനിപ്പോൾ ഇവിടെ 9 ബോക്സാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഈ ഒരു ബുക്കിൽ ഈ ഒരു പേജിൽ സ്ഥലം ഉള്ളത് മാത്രമല്ല, എനിക്കിപ്പോൾ തൽക്കാലം ഒരു 9 സ്ഥലങ്ങളിൽ പോകാനാണ് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞുള്ളത്. ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ഒരു 3-4 സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ തന്നെ പോകുന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ബാക്കി താഴോട്ടുള്ളത് പറ്റുമെങ്കിൽ പോയാൽ മതി, അങ്ങനെ എഴുതി കൊടുത്തുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഓരോരോ ബോക്സസും എന്താ പറയുക, ചിലത് ചെറുത് ചിലത് വലുത് അങ്ങനെ രീതിയിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്ഥലം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? എന്താ ഞാൻ വരയ്ക്കുന്നത് വെച്ചൊന്നും ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. എന്താ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഫസ്റ്റ് പോകാൻ ആഗ്രഹിച്ചത് സ്വിറ്റ്സർലാൻഡിലാണ്. ഒരു 3-4 വർഷം തൊട്ടേ എനിക്ക് സ്വിറ്റ്സർലാൻഡാണ് എൻ്റെ മനസ്സിലുള്ളത്. അതെങ്ങനെ വന്നതെന്നറിയോ ഗൈസ്? അതൊരു നീണ്ട കഥയാണ്. പക്ഷേ ഞാൻ ഒരു 3-4 വരികളിലൂടെ കഥ പറഞ്ഞു തരാം. എന്താ വെച്ചാൽ പണ്ട് ഹെയ്തി എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടല്ലോ, അതൊരിടയ്ക്ക് വെച്ച് വീണ്ടും പഴയതുപോലെ കൊച്ചി TV വന്നു. അതിനുശേഷം ഞാൻ അത് കാണാറുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് മൗണ്ടെയിൻ അതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ ഒരു കാർട്ടൂൺ കണ്ടതിന് ശേഷമാണ് എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകാൻ ആഗ്രഹം വന്നത്. അത് കഴിഞ്ഞ വർഷമാണ് ഈ ജാപ്പനിലും സൗത്ത് കൊറിയയിലേക്കാണ് കൂടുതലും ക്യൂട്ട് ആൻഡ് കവായി സ്റ്റേഷനറീസ് ഒക്കെ ഉള്ളതെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവിടെ പോകാൻ ആഗ്രഹം കിട്ടിയത്. പിന്നെ ഇറ്റലിയിൽ എൻ്റെ ഒരു കസിനുണ്ട്, ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇറ്റലി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഫ്രാൻസിൽ പോകണമെന്നുണ്ട്. പിന്നെ ഞാൻ ജനിച്ച് എൻ്റെ ഒരു 26th ഡേ ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് എന്നെ തിരിച്ച് ദുബായിലോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഒരു 3-4 വർഷം മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എനിക്കെന്താ അവിടെ വീണ്ടും ഒന്ന് പോകണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ അവിടെ ദുബായ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് കൊടുത്ത ഹവായി ആണ്. എൻ്റെ ലെറ്ററിലുള്ള ഒരു സ്ഥലത്ത് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഡിസ്നിലാൻഡിൽ പോകണമെന്നുണ്ട്. ദെൻ ന്യൂയോർക്കിൽ പോകണമെന്നുണ്ട്. ന്യൂയോർക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമില്ല, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റായിട്ട് വരച്ചു കൊടുത്തത്. ഡിസ്നിലാൻഡ് എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഒക്കെ, അതൊരു പ്ലേസാണ് ഗൈസ്, ഇതുപോലെ കൺട്രീസ് അങ്ങനെയൊന്നുമല്ല. എന്തായാലും അതൊക്കെയാണ് ഞാൻ എഴുതി കൊടുത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം ഇത്തേനോട് കൊണ്ട് കാണിച്ച ടൈമിൽ ഇത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി പ്രിൻ്റ് എടുത്ത് വെച്ച പോലെ അത് അത്രയ്ക്കൊക്കെ ഉണ്ടോ ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നീട് ഞാൻ ഒരുപാട് വട്ടം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു പേജ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ പേജ് എത്തിയിട്ടുണ്ട്. പോസിറ്റിവിറ്റി നോട്ട്സ് ആണ് നമ്മുടെ പേജ്. പോസിറ്റിവിറ്റി നോട്ട്സ് അല്ല,
പോസിറ്റിവിറ്റി പേജ്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റിന് പോസിറ്റിവിറ്റി നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. താഴോട്ട് എഴുതി എന്താ വെച്ചാൽ നമ്മുടെ പ്ലേസസ് ടു വിസിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സംഭവം നല്ല ഭയങ്കര ഡാർക്കായിട്ട് ഞാൻ ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിപ്പം മറ്റേ പേജിലോട്ട് ബ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിറ്റിവിറ്റിയും കൂടെ അതിൻ്റെ മുകളിൽ എഴുതിയാൽ ഒരുമാതിരി ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ കുറച്ച് താഴോട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ബോക്സസ് ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഗൈസ്, നിങ്ങളുടെ കയ്യിൽ കളറൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ബ്ലാക്ക് ആയിട്ട് വരച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അതൊരു പ്രത്യേകതരം ഭംഗിയാണ് ഗൈസ്. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു പ്ലേസസ് ടു വിസിറ്റ് പേജ് ആണെങ്കിൽ അതൊക്കെ ഞാൻ ജസ്റ്റ് കളർ അടിക്കാണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു യുണീക്ക് ലുക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു പേജും അതുപോലെ തന്നെ. പിന്നെ നിങ്ങൾ ഇതുപോലെ കളർ അടിക്കണമെന്നില്ല, ഈ പോസിറ്റിവിറ്റി നോട്ട്സിൻ്റെ സൈഡിലും ഞാൻ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് പോസിറ്റിവിറ്റി നോട്ട്സ് എന്ന് എഴുതി നിങ്ങൾക്കുള്ള സംഭവം ഒന്ന് പോയിൻ്റ് ആയിട്ട് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. ആ ഒരു ബോയൊക്കെ വരച്ചു, അതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഞാൻ വരച്ചു കൊടുത്താലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ട് ഈ കളറൊന്നും ഇല്ലയെന്ന് പറഞ്ഞാലും ട്രൈ ചെയ്യാതിരിക്കേണ്ട. മാത്രമല്ല ഞാൻ യൂസ് ചെയ്യുന്ന കളറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, എല്ലാം ചാവാറായ കളറുകളാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റി പേജ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ റാൻഡമായിട്ട് എന്തെങ്കിലും കോട്ട്സ് ഒക്കെ എഴുതാം. ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് കോട്ട്സ്, ലൈഫ് കോട്ട്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷോർട്ടായിട്ടുള്ള കുറച്ച് കോട്ട്സ് ആണ്. എനിക്ക് എന്നോട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ല ഗൈസ്. അപ്പോൾ കോട്ട്സ് എല്ലാം ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലതൊക്കെ ഒന്ന് കളർ അടിക്കേണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ഒന്ന് കളർ അടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പേജിലോട്ട് പോവുകയാണെങ്കിൽ വിഷ് ലിസ്റ്റ് പേജാണ്. ഈ ലോകത്ത് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. എന്നും അങ്ങനത്തെ ആഗ്രഹങ്ങളല്ല, സാധനങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹം. എന്നെപ്പോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ക്യൂട്ട് സ്റ്റഫ്സിനോടും ക്യൂട്ട് സ്റ്റേഷനറീസിനോടൊക്കെ ഭയങ്കരമായ അട്രാക്ഷൻ ആയിരിക്കില്ല. എനിക്കും അതുപോലെയാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഇയർ തൊട്ടാണ് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്ത് തുടങ്ങിയതും ഈ യൂട്യൂബേഴ്സിനെ കുറിച്ചും പിന്നെ ഈ ക്യൂട്ട് സ്റ്റേഷനറീസിനെ കുറിച്ചും ടൈക്കറ്റ് സ്മാർട്ടിനെ കുറിച്ചും പിന്നെ അതുപോലത്തെ കുറേ സ്റ്റോഴ്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. ക്യൂട്ട് സ്റ്റേഷനറീസ് ഒക്കെ ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ എനിക്ക് കുറച്ചധികം ഇഷ്ടമുള്ളത് ജേണൽ സെറ്റ് വാങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ജേണൽ സെറ്റാണ് എഴുതി കൊടുത്തത്. പിന്നെ വാഷി ടേപ്സ്, പിന്നെ സ്റ്റിക്കർ ബുക്ക്, പിന്നെ പെൻസിൽ കളേഴ്സ്, ക്യൂട്ട് പെൻസ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ടംബ്ലേഴ്സ്, അങ്ങനെ എന്തൊക്കെയൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം മാത്രമല്ല, കൂടാണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ജേണൽ സെറ്റ് വാങ്ങാനുള്ള ഒരു ആഗ്രഹം എന്താ വെച്ചാൽ എനിക്ക് ഈ ജേണൽ സെറ്റിൻ്റെ സ്ക്രാപ്പ് ബുക്കിങ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് എഴുതി കൊടുക്കുന്നത്. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാങ്ങി കഴിയുകയാണെങ്കിൽ ആ ഒരു ബോക്സ് വരച്ചില്ലേ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഡൂഡലിംഗ് പേജ് ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡൂഡിൽസ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം പിൻട്രസ്റ്റിൽ പോയി ഡൂഡിൽസ് ഫോർ ജേണലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അതിനുശേഷം ഇഷ്ടമുള്ള ഏതെങ്കിലും പിക്ചർ സെലക്ട് ചെയ്ത് അതെല്ലാം ഒന്ന് വരച്ചെടുക്കാം. ഇതിൽ നമ്മൾ ട്രേസ് എടുക്കുന്ന ആ ഒരു പരിപാടി വേണു ഗൈസ്. എന്തായാലും ഞാൻ ട്രേസ് എടുത്തിട്ടില്ല, ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് എല്ലാം വരച്ച് കൊളാക്കിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഗൈസ്, എൻ്റെ പഴയ ജേണൽ ബുക്കിൽ ഞാൻ ഇതേ പിക്ചറിലുള്ള ഡൂഡ്ലിങ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഗൈസ്, ഐ തിങ്ക് ജാനുവരിയിൽ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഗൈസ്, നമ്മൾ നെക്സ്റ്റ് പേജിലെത്തിയിരിക്കുകയാണ്, പ്ലേലിസ്റ്റ് പേജ്. അതായത് എല്ലാവർക്കും ഒരുപാട് പാട്ടുകളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് സിംഗേഴ്സ് കാണും. പാട്ടൊക്കെ ഇഷ്ടമുള്ളവരും പാട്ട് പാടാനുള്ളവരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയട്ടോ. കൂടാതെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയും. എന്തായാലും എൻ്റെ ഫേവറേറ്റ് സോങ്സ് ഞാൻ ഒരു 3 മലയാളവും 2 ഇംഗ്ലീഷ് 2 ഹിന്ദി അങ്ങനെ എന്തോ ആണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേജ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ജേണൽ പേജാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് DIY ചെയ്ത കുറച്ച് സപ്ലൈസ് യൂസ് ചെയ്താണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏതോ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരിടയ്ക്ക് വെച്ച് ചെറിയൊരു സ്റ്റിക്കർ ഉണ്ടാക്കുന്നതും ഈ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഉണ്ടാക്കി വെച്ചാൽ എന്താ, ഇപ്പോൾ നല്ല ഉപയോഗമുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് പേജ്. എനിവേസ്, ഇത്ര ഐഡിയാസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഗൈസ് ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലിപ്പ് ത്രൂ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.